കേവലം ഒരു MLA ആയിരിക്കില്ല വട്ടിയൂർക്കാവുകാർ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. വൻ ഭൂരിപക്ഷമുള്ള UDFന്റെ ട്രഷറി ബെഞ്ചിലേക്ക് ആ ട്രഷറി ബെഞ്ച് നയിക്കുന്നവരിൽ ഒരാളായിട്ട് മുരളീധരൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഐക്യമുന്നണിയുടെ ട്രഷറി ബെഞ്ച് സംവിധാനം മുരളീധരൻ വട്ടിയൂർക്കാവിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് MLA ആകും. വിജയിച്ച് ഒരു വ്യത്യാസവും അദ്ദേഹം മുൻപ് ജയിച്ചപ്പോഴും കേരളം UDFന്റെ കയ്യിലായിരുന്നു. ചെറിയ ഭൂരിപക്ഷം എന്നുണ്ടായിട്ടുള്ളൂ. ഇപ്രാവശ്യം അദ്ദേഹം വിജയിച്ച് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വൻ ഭൂരിപക്ഷമുള്ള UDFന്റെ ട്രഷറി ബെഞ്ചിലേക്ക് ആ ട്രഷറി ബെഞ്ച് നയിക്കുന്നവരിൽ ഒരാളായിട്ട് മുരളീധരൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കേവലം ഒരു MLA ആയിരിക്കില്ല വട്ടിയൂർക്കാവുകാർ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. വട്ടിയൂർക്കാവിൻ്റെ വികസനം അദ്ദേഹം MLA ആയിരുന്നപ്പോൾ ഒരുപാട് കാര്യം ചെയ്യാൻ കഴിഞ്ഞു. ഇനിയുള്ള 5 വർഷക്കാലം ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളായാലും ഈ നാടിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളായാലും അതിൽ സർക്കാരിൻ്റെ കൈവപ്പോടുകൂടി നടത്താൻ കഴിയുന്ന ഒരാളായിട്ട് ശ്രീ മുരളീധരൻ അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട.